നമ്മളെ പയ്യോളി ഭാഗത്തുള്ള അയിനിക്കാട് ഭാഗത്തുള്ള ഡ്രാനേജിൻ്റെ സ്ലാബാണിത്. ഈ ഡ്രാനേജിൻ്റെ സ്ലാബിൻ്റെ ഉള്ളിലെ കാഴ്ച എന്താണ് നമുക്ക് നോക്കാം. ഒരിടത്തൊക്കെ സ്ലാബ് പലയിടത്തും പൊട്ടിക്കിടക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഫുട്പാത്തിന് വേണ്ടിയിട്ട് മണ്ണെടുത്തതാണ്. ഇവിടെയൊക്കെ ഫുട്പാത്തിൻ്റെ കട്ടയൊക്കെ വെച്ചുകൊണ്ട് ഇരിക്കും. ഇവിടെ ഒരു സ്ലാബ് പൊട്ടിക്കിടക്കുന്നുണ്ട് കണ്ടാ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടാൽ നിങ്ങൾ കംപ്ലീറ്റ് എങ്ങനെയാണ് മഴക്കാലത്തിൽ വെള്ളം പോവുക. ഉള്ളിലെ കാഴ്ച ഉണ്ട്, കംപ്ലീറ്റ് മണ്ണാ. പൊട്ടാനുള്ളൊരു സ്ലാബാട്ടാ എന്താ. ഇതൊക്കെ ഞെരിവൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതാ അവിടെയും അതേപോലെ പൊട്ടുണ്ട്. ഇനി അടുത്ത സ്ലാബിൻ്റെ ഉള്ളിലെ കാഴ്ച നമുക്ക് കാണാം. ഇതൊക്കെ വണ്ടിക്കാരൻ്റെ റോഡാണ് കേട്ടോ. വണ്ടിക്കാരൻ്റെ സ്ലാബ്, വലിയ ടോറസ് വാഹനങ്ങൾ മുതൽ മറ്റൊന്നുണ്ടാ. ഇത് ഡ്രൈനേജാണ്. ഇതിൻ്റെ ആഴം നോക്ക് നിങ്ങൾ, ഒരു 1/2 മീറ്ററും ഇല്ല. എത്ര സെൻറ്റി നമ്മൾ പറയുക, 40 സെൻറ്റിയോ അല്ലെ ഒരു 50 സെൻറ്റി അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കണ്ട കംപ്ലീറ്റ് മണ്ണാണ്. ഇങ്ങനെയാണുള്ളത് ഡ്രൈനേജിൻ്റെ സ്ലാബിൻ്റെ ഉള്ളിൽ. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നോക്കാം. ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനെയാണ്. എങ്ങനെയാണ് മഴക്കാലത്ത് ഇതിൻ്റെ അകത്ത് കൂടി എങ്ങനെയാണ് വെള്ളം പോകുകയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയുമില്ല. ഇതിനെ ക്ലീൻ ചെയ്യുന്നു. നമ്മളൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത്രയും സ്ലാബിൻ്റെ അടിയിലൂടെ ഉടുമ്പിനെ അല്ലെങ്കിൽ തൊരപ്പനലിനായിട്ട് വിളിക്കേണ്ടി വരും. അല്ലാണ്ട് ഒരു മനുഷ്യൻ ഇതിനകത്തുകൂടി പോയിട്ട് ഇതിനകത്തുള്ള കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം കിടന്നു പോകേണ്ടി വരും. അതാണ് അവസ്ഥ. ഇപ്പം ഇവിടെ വേറൊരു സ്ലാബാണ്, പൊട്ടിയിട്ട് മാറ്റാൻ കിട്ടിയ ഒരു സ്ലാബാണ്. ഇതിൻ്റെ ഉള്ളിലെയും അവസ്ഥ സെയിം തന്നെയാണ്, കംപ്ലീറ്റ് മണ്ണാണ്. സ്ലാബിൻ്റെ അടിയിൽ കംപ്ലീറ്റ് മണ്ണാണ്. ഈ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിയാലും അത് തന്നെയാണ് അവസ്ഥ. ഇങ്ങനെ നീണ്ട് കിടക്കാണ് സ്ലാബ്. അപ്പോൾ ഇതിൻ്റെ ആഴം ഇത്രയേ ഉള്ളൂ, ഒരു 1/2 മീറ്റർ പോലും ആഴമില്ല. അപ്പോൾ ഇതിനകത്ത് മഴക്കാലത്ത് എങ്ങനെയാണ് ഡ്രൈനേജ് സിസ്റ്റം എന്നതിനെ നമുക്ക് വിളിക്കാൻ കഴിയുമോ? ഡ്രൈനേജ് സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇത് ശക്തമായ വിവരക്കേടാണ്. വിവരക്കേടല്ല, അഴിമതിയോ എന്ത് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. വളരെ കൃത്യമായിട്ട് ഒരു ആസൂത്രണവും ചെയ്യാത്ത, ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത, ഒരു മോണിറ്ററിങ്ങും ഇല്ലാത്ത, അതായത് വർക്കെടുക്കുമ്പോൾ ഹൈവേ കമ്പനികൾ വർക്കെടുക്കുമ്പോൾ അതിനെപ്പറ്റി കൃത്യമായി മോണിറ്ററിങ് ചെയ്യാതെ NHI പോലെയുള്ള സംവിധാനങ്ങൾ ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇത്തരത്തിൽ കൺസ്ട്രക്ഷൻ കമ്പനികൾ നിർമ്മിക്കുമ്പോൾ കയ്യും കെട്ടി കണ്ണും പൂട്ടി നിന്ന അതിൻ്റെ ഒരു തിക്ത ഫലമാണ് സത്യത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഹൈവേ തുറന്നു കൊടുത്താൽ മഴക്കാലത്ത് ഇതിലും വലിയ ദയനീയ അവസ്ഥയായിരിക്കും. പയ്യോളിയിലൊക്കെ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ വെള്ളം കയറിയിരുന്നു. അന്നേരം നമ്മൾ റോഡ് വർക്ക് കഴിയാത്തത് കൊണ്ടാണ് വെള്ളം കയറിയത് എന്ന് നമ്മൾ കരുതിയിരുന്നു, ഡ്രൈനേജ് സിസ്റ്റം വർക്ക് ചെയ്യാത്തത് കൊണ്ട്. എന്നാൽ ഇത് ഡ്രൈനേജിൻ്റെ നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രൈനേജിൻ്റെ അടിയിൽ കംപ്ലീറ്റും ഇത് തന്നെയാണ് അവസ്ഥ. സ്ലാബുകൾ കണ്ട കംപ്ലീറ്റ് വിണ്ട് കയറിയിരിക്കുന്ന കാഴ്ച കണ്ടോ നിങ്ങൾ. ഇതാണ് ഡ്രൈനേജിൻ്റെ സ്ലാബിൻ്റെ അവസ്ഥ. അപ്പം വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം അതിനെപ്പറ്റി ന്യൂസ് ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വാർത്ത വന്നത് കണ്ട് കാര്യമില്ല. ഇതൊക്കെ കംപ്ലീറ്റ് പൊട്ടിക്കിടക്കുന്നുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ വാർത്തതാണ്. ഇതൊക്കെ പൊട്ടിക്കിടക്കാണ്. ഇതൊക്കെ ഇവിടെ വിള്ളൽ വീണണ്ട. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത, ഒരു ആസൂത്രണവും ഇല്ലാതെ ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് പലയിടത്തും വാകാട് ചെയ്തു വച്ചിരിക്കുന്നത്. അതേസ്ഥാനത്ത് മറ്റ് റീച്ചുകളിൽ ഈ ഒരു പ്രശ്നം നമുക്ക് താരതമ്യേന വളരെ കുറവാണ് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്.